നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഇന്ത്യയിലെ 5 കോടി ആൾക്കാർക്ക് 14% ഇൻട്രസ്റ്റ് റേറ്റിൽ 10 ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ കൊടുത്ത ഒരു കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാലോ. 1, RBI അംഗീകാരം ഉണ്ടെന്ന് നോക്കണം. 2, പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലുള്ള അവരുടെ ആപ്പിന്റെ റിവ്യൂ കാര്യങ്ങൾ വായിച്ചു നോക്കണം. 3, അവരെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ അഡ്രസ് ഉണ്ടോ നോക്കണം. 4, അവരുടെ ലോണിന്റെ എഗ്രിമെന്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കണം. 5, നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും SMS ആയിട്ടോ കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ലോൺ അപ്രൂവ്ഡ് ആയി ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അവർക്ക് ഡോക്യുമെന്റ്, നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഒന്നും അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് 8 നല്ലൊരു പണി കിട്ടും. അതോടൊപ്പം തന്നെ ഇവരാരെങ്കിലും ലോൺ ഇപ്പം തരും, ഇതാ ഇപ്പം അപ്രൂവലായി, നമ്മുടെ മുൾമുനയിൽ നിർത്തിയിട്ട് നമ്മളോട് എന്തെങ്കിലും ഫീസ് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അവരുടെ നമ്പർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക. അടിവരയിട്ട് പറയൂ, ദേ ആർ സ്കാമേഴ്സ്, നമ്മളെ പിടുത്താൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾക്ക് ഇത്തരത്തിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള RBI അംഗീകാരമുള്ള ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടും? യെസ്, അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RBI അംഗീകാരമുള്ള ലോൺ ആപ്പുകളുടെ വിവരം നിരന്തരമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചറപറാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിന്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോൺ ആപ്പിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാലോ. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞത് മണി വ്യൂ എന്നാണ്. ഈ കമ്പനി 10 ലക്ഷം വരെയാണ് നമുക്ക് ലോൺ കൊടുക്കുന്നത്. നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പ്രോസസ്സാണ് ഇവർ എല്ലാം കൊടുക്കുന്നത്. ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ആദ്യം തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളുണ്ട്. ഇതാണ് മെയിൽ ID, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ കോൺടാക്ട് അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിലും കസ്റ്റമർ കെയർ സപ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. ലെൻഡിങ് പാർട്ട്നേഴ്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ലെൻഡിങ് പാർട്ട്നേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനി ഉണ്ട്. ഇതിൽ വിഡ്സം ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി എടുക്കാം. എല്ലാ കമ്പനികളിൽ നിന്ന് ഇവർക്ക് ലോൺ ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു പാർട്ട്നേഴ്സ് വഴിയാണ് ലോൺസ് കൊടുക്കുന്നത്. നമുക്ക് ഇത് ആദ്യം പാർട്ട്നേഴ്സിലേക്ക് പോകാം. ആ വിഡ്സം ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നമ്മൾ ആ ഒരു NBFCയുടെ ഡീറ്റെയിൽസ് മാത്രം എടുത്തു. അവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും DLA LSP. അവരുടെ ഡിജിറ്റൽ ലെൻഡിങ് ആപ്പ് എന്ന് പറയുന്നത് മണി വ്യൂ ആണ്. മണി വ്യൂ വഴിയാണ് അവർ ലോൺസ് കാര്യം കൊടുക്കുന്നത്. ഇനി ഈ ഒരു കമ്പനി RBI അംഗീകാരം ഉണ്ടെന്ന് നോക്കാം. വിഡ്സം ഫിനാൻസ്, ഇവരുടെ പേര് ഞാനൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തു. NBFC ലിസ്റ്റിൽ വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ 9011 റോയിൽ കാണാം വിഡ്സം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു RBI അംഗീകാരമുള്ള കമ്പനിയാണ്, NBFC ആണ്. അവർ ലോൺ കൊടുക്കുന്നത് മണി വ്യൂ എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ്. മണി വ്യൂ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഗെറ്റ് പേഴ്സണൽ ലോൺ, പലതരത്തിലുള്ള ലോണുകൾ ഇതിനകത്തുണ്ട്. ഇവർ പറയുന്ന 7.5 കോടി ആൾക്കാർ ലോൺ എടുത്തിട്ടുണ്ട്. 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. 10 ലക്ഷം രൂപ വരെ ഡയറക്റ്റ് അക്കൗണ്ടിൽ കിട്ടും. സോ ഹോം ലോൺസ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ഫ്രീ സിവിൽ സ്കോർ ഉണ്ട്, UPI പേയ്മെന്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റർ സ്റ്റാർട്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഇവരുടെ ആപ്പിനകത്തുണ്ട്. അപ്പോൾ അതിലൊരു ഫീച്ചർ മാത്രമാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ 5000 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. 3 മാസം മുതൽ 60 മാസം വരെയാണ് കാലാവധി. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 14% per annum. അതോടൊപ്പം തന്നെ APR 17 മുതൽ 45 ഉണ്ട്. അതിന് 100% പേപ്പർലെസ് പ്രോസസ്സാണ്. ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് അപ് ടു 5 lakh വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. 0 ജോയിനിങ് ഫീസാണ്, ആനുവൽ ഫീസ് ഒന്നുമില്ല. ഹോം ലോൺ 15 കോടി വരെയാണ് ഹോം ലോൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, 7.75% ഹോം ലോൺ ഉണ്ട്. അതേപോലെ 24K പ്യൂർ ഗോൾഡ് നമുക്ക് ഇതിൽ നിന്ന് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം 10 രൂപ മുതൽ. FD ഉണ്ട്, ഇൻവെസ്റ്റ് ഇൻ FD, പല പാക്കേജുകളുണ്ട്, പല ബാങ്കുകളുടെയാണ്. സോ അവർ ലെൻഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. വിഡ്സം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മറ്റൊരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇനി ഒരു പേഴ്സണൽ ലോൺ എക്സാമ്പിൾ നോക്കാം. ഒരു 50,000 രൂപ നിങ്ങൾ ലോൺ എടുത്താൽ 12 മാസത്തേക്ക് ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് റേറ്റ് 20% ആയിരിക്കും. പ്രോസസിംഗ് ഫീസ് ഉണ്ട് 2.5%, ദാറ്റ് ഈസ് 1250 പ്ലസ് 225 GST. ആൻഡ് മന്ത്ലി EMI 4632. ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ 4632 × 12 മൈനസ് 50,000. പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 5584. അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് 5584 രൂപ വരും. ആനുവൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 25.85 ആണ്. ഡിസ്പേഴ്സ്ഡ് എമൗണ്ട് 50,000 മൈനസ് 1475. അത് പ്രോസസിംഗ് ഫീസും GST കട്ട് ചെയ്യും. ബാക്കി 48,525 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുക. ബട്ട് നമ്മൾ മൊത്തം അടച്ചു തീരുമ്പോഴേക്കും 55,584 രൂപയായിട്ട് വരും. ഇതാണ് നമ്മുടെ ടോട്ടൽ അടച്ചു തീരുന്ന എമൗണ്ട്. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ലോൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എമൗണ്ട്, പ്രോസസിംഗ് ഫീസ് ഇസ്ഇക്വൽ ടു 5584 പ്ലസ് 1250, 6834 രൂപ നമ്മൾ അധികമായിട്ട് അടക്കേണ്ടി വരും. 50,000 രൂപയ്ക്ക് 6834 രൂപ നമ്മൾ അധികമായിട്ട് അടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവരുടെ റേറ്റ്. ആൻഡ് റെസ്പോൺസിബിൾ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട്
മെയിൽ ID ഉണ്ട്, നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ബംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ബാംഗ്ലൂരിലെ അഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഉണ്ട്, ആൻഡ് മെയിൽ ID ഉണ്ട്. ഇത്രയും ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ആൾക്കാരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 4.8 സ്റ്റാർ റേറ്റിംഗ് ഇല്ല 36 ലക്ഷം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള എത്ര 36 ലക്ഷം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. 36 lakhs റിവ്യൂസ് കണ്ടിട്ടാണ് ഞെട്ടിപ്പോയത്. 5 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തത് മറ്റു കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ ഇത്രയും റിവ്യൂ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ വിറ്റ്സം ഫിനാൻസ് RBI അംഗീകൃതം, അതുപോലെ തന്നെ ഒരുപാട് NBFCകളുമായി ടൈപ്പിടാണ്. ഇന്ത്യയിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് മണി വ്യൂ UPI പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻസ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പണം കടം ചോദിച്ചാൽ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാൻ മനസ്സില്ലാതെ കൺഫ്യൂഷനായി കിടക്കുകയാണെങ്കിൽ, ഇനി കൊടുക്കാൻ പണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിരന്തരമായിട്ട് പല തരത്തിലുള്ള പേഴ്സണൽ ലോൺ ആപ്പുകൾ നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാം RBI അംഗീകൃതമാണ്. സിബിൽ സ്കോർ കുറഞ്ഞത്, സിബിൽ സ്കോർ കൂടിയത്, ഇനി സാലറി ഉള്ളവർക്ക് എടുക്കുന്നത്, സാലറി ഇല്ലാത്തവർക്ക് എടുക്കുന്നത്, സെൽഫ് എംപ്ലോയിഡ് ആയ ആൾക്കാർക്ക് എടുക്കുന്നത്, ബിസിനസ് ലോൺ, ഹോം ലോൺ, അങ്ങനെ പല തരത്തിലുള്ള ലോണുകളുടെ RBI അംഗീകൃതമായ ലോണുകളുടെ വിവരങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നത്. ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്, ഫ്രീ ആണ്. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് എന്തായാലും നിങ്ങൾ ഉപകരിക്കുന്നില്ല, യാതൊരു തരത്തിൽ തർക്കമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ പേഴ്സണൽ രീതിയിലൊന്ന് വെരിഫൈ ഒക്കെ ചെയ്തിട്ടാണ് ഇടുന്നത്. RBI അംഗീകാരം ഉണ്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. RBI അംഗീകാരം, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ, റിവ്യൂസ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ലോൺ അഗ്രിമെന്റ് കാര്യങ്ങൾ വായിച്ചു നോക്കുക. എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ലോൺ എടുക്കുന്നത് അടിപൊളിയാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് പരമാവധി ലോൺ എടുക്കാതിരിക്കുക. ഇവരെല്ലാവരും നമ്മളെ നന്നാക്കാനല്ല ലോൺ തരുന്നത്, അവർ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അൺസെക്യൂർഡ് ലോണാണ്, അതുകൊണ്ട് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് അടക്കാൻ പറ്റാത്തവർ ആരും തന്നെ ലോൺ എടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോഡി സൈനിങ് ഓഫ്. ബൈ.